ഗുഡ് ഈവനിങ് ഓൾ. ഹിന്ദു അനാലിസിസിലേക്ക് സ്വാഗതം. ഹിന്ദു പത്രം പ്രധാനപ്പെട്ട വാർത്തകളും അതിന്റെ വിലയിരുത്തലുകളും വിശകലനങ്ങളും ഇതിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു പോവുക. പ്രധാനപ്പെട്ട വാർത്തകളിലേക്കും വിശകലനങ്ങളിലേക്കും നമ്മൾ കടന്നു ചെല്ലുന്നു. സിവിൽ സർവീസ് ആസ്പിരൻസിന് ആവശ്യമുള്ള വാർത്തകളാണ് നമ്മൾ ചർച്ച ചെയ്യുക. ഡൽഹി പോലീസ് മൂവ് ടു സുപ്രീം കോർട്ട് അഗെയിൻസ്റ്റ് ബെയിൽ ടു 3 സ്റ്റുഡൻസ് ഇൻ റൈറ്റ് കേസ്. നമുക്കറിയാം, ഇന്നലെ ഹിന്ദു പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് കൊണ്ടുവന്നിരുന്ന ഒരു വാർത്തയാണ്. UAPA ചുമത്തി അറസ്റ്റ് ചെയ്ത കുട്ടികൾ 3 സ്റ്റുഡൻസ്, JNUവിലെയും ജാമിയ മിലിയയിലെയും സ്റ്റുഡൻസ്, അവർക്ക് ബെയിൽ നൽകുന്നതിനെതിരെ, ജാമ്യം നൽകുന്നതിനെതിരെ ഡൽഹി പോലീസ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഈ വാർത്ത നമ്മള് വിശകലനത്തിന് ഇന്നലെ വിധേയമാക്കിയ ഒരു വാർത്ത കൂടിയാണ്. ഒഫീഷ്യൽ കോവിഡ് ടാലിയേക്കാൾ 4 ഇരട്ടി ഡെത്ത് തമിഴ്നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. മറ്റൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. സെക്കൻഡ് വേവിൽ 60,773 ഫാറ്റലിറ്റീസ് നടന്നു എന്നാണ് പറയുക. അപ്പോ ചെറിയ നമ്പർ അല്ല, തീർച്ചയായിട്ടും വളരെ നിർണായകമായിട്ടുള്ള ഒരു നമ്പറാണിത്. സൂൺ ഡ്രോൺസ് മൈറ്റ് ഫെറി വാക്സിൻസ് എന്നുള്ള മറ്റൊരു വാർത്ത. ഒരു ട്രാൾ വില്ലേജ് സൗത്ത് കാശ്മീരിൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് വാക്സിൻ എത്തിച്ചു നൽകുന്നു. അപ്പോൾ ഡ്രോൺ കൊണ്ട് ഇങ്ങനെയുള്ള ചില പ്രയോജനങ്ങളും ഉണ്ട് എന്നുള്ളതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. ലോക്കൽ പേജുകളാണ്, നമുക്ക് അത്ര ആവശ്യമില്ല. നമ്മുടെ വാർത്തകളെല്ലാം തന്നെ പൊതുവെ ഒഴിവാക്കി വിടുന്നു. Fed up with the long queues, metro commuters take to social media. മെട്രോയിൽ യാത്ര ചെയ്യേണ്ടവർക്ക് വലിയ ലോങ് ക്യൂവിൽ നിൽക്കേണ്ടി വന്നു എന്നുള്ളൊരു വാർത്ത. ഇന്ന് കേരളത്തിലെ പത്രങ്ങളിൽ മദ്യശാലകളുടെ മുമ്പിൽ ആളുകൾ ക്യൂ നിൽക്കുന്ന മറ്റൊരു വാർത്തയുമുണ്ട്. 5000-ഓളം ചെറുപ്പക്കാരെ ഹെൽത്ത് അസിസ്റ്റൻസ് ആയിട്ട് ഡൽഹി ഗവൺമെന്റ് എടുത്തത് നല്ലൊരു കാര്യമാണ് കേട്ടോ. മറ്റു സംസ്ഥാനങ്ങൾക്കും നോക്കാവുന്ന കാര്യമാണ്. ചെറുപ്പക്കാർക്ക് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് താല്പര്യവും. അവരെ നമുക്കൊരു വോളണ്ടിയറിസം പ്രോത്സാഹിപ്പിക്കാൻ, അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ഇത് സഹായകരമാണ്. ഒപ്പം കേരളത്തിലെ അസംബ്ലി ഇലക്ഷനിൽ നടന്ന കറപ്റ്റ് പ്രാക്ടീസസിനെ കുറിച്ച് നാഷണൽ ലെവലിൽ വാർത്തകൾ വന്നിരിക്കുന്നു. കേരള ചീഫ് ഇലക്ടറൽ ഓഫീസർ ടിക്കാറാം മീണ പോലീസ് റിപ്പോർട്ട് അക്വിസിഷനിൽ ആവശ്യപ്പെട്ടിരിക്കുക. നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള ചില വാർത്തകൾ. അഹമ്മദ് ഷായുടെ ടോംബിൽ അഹമ്മദാബാദിൽ ഇവിടെ ലൈറ്റിംഗ് നടത്തുന്ന വേണ്ടിയ ഒരു വാർത്ത. മഹാരാഷ്ട്രയിൽ 10,107 കേസസ് വന്നിരിക്കുന്നു. ആ വാർത്ത കൂടി നമ്മൾ കാണുന്നു. മഹാരാമായണയിലൊക്കെ ആക്ട് ചെയ്ത ആക്ടർ ചന്ദ്രശേഖർ 98-ാമത്തെ വയസ്സിൽ മരിച്ചു എന്നുള്ള ഒരു വാർത്ത കൂടി നമ്മൾ കാണുകയാണ്. എഡിറ്റോറിയലിലേക്ക് പോകുന്നു. ടെററിസിംഗ് ഡിസന്റ്, ഹൈക്കോർട്ട് ബെയിൽ ഓർഡേഴ്സ് there an indictment of attempt to protect Delhi protest as terrorist acts. നമ്മൾ ഇന്നലെ 2 ദിവസമായിട്ട് ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇവിടെ നമ്മൾ നോക്കുകയാണ് എങ്കിൽ ഹിന്ദു അതിനെക്കുറിച്ചൊരു എഡിറ്റോറിയൽ തന്നെ തയ്യാറാക്കിയിരിക്കുന്നു. കാരണം ഹൈക്കോടതി ബെയിൽ കൊടുത്ത കേസസിൽ അവരെ ടെററിസ്റ്റ് ആക്ട്സ് പ്രകാരം കേസ് ചുമത്താനുള്ള പോലീസിന്റെ നീക്കത്തിനെതിരെയാണ് ഹിന്ദുവിന്റെയും എഡിറ്റോറിയൽ. അപ്പോൾ ഇത് ഈ നടപടിക്രമത്തെ അവര് വിമർശിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. കാരണം പ്രൊട്ടസ്റ്റുകളെ പലപ്പോഴും ടെററിസവുമായിട്ട് ബന്ധപ്പെടുത്തുന്നു, അല്ലെങ്കിൽ രാജ്യദ്രോഹവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തുന്നത് ശരിയായ നടപടിയല്ല. പ്രൊട്ടസ്റ്റിനെ പ്രൊട്ടസ്റ്റായി കരുതേണ്ടതുണ്ട് എന്നുള്ളതായിരുന്നല്ലോ ഹൈക്കോടതി വിധി. സമാനമാണ് ഇവിടെയും ഹിന്ദു എഡിറ്റോറിയലിലൂടെ സൂചിപ്പിക്കുന്നത്. മറ്റൊരു വാർത്ത, എൻട്രിക്ക ലെക്സി റിപ്പീറ്റ്,
ക്ലോഷർ കോമ്പൻസേഷൻ, ലീഗൽ സ്റ്റെപ്സ്, അതും ഡിപ്ലോമസിയും പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇറ്റലിക്കാരായിട്ടുള്ള 2 നാവികർ, അവർ ഇറ്റലിയിൽ നിന്നുള്ള കപ്പലുകൾക്ക് ഇറ്റലി മിലിറ്ററി അകമ്പടി പോവാറ്. അപ്പൊ അങ്ങനെ 2 ഓഫീസേഴ്സ് ഈ കപ്പലിൽ അകമ്പടി പോയതാണ്. ഇറ്റാലിയൻ കപ്പല്. ആ കപ്പല് കേരളത്തിലുള്ള ഒരു ചെറിയ ബോട്ടിനെ ഇടിച്ചു. ബോട്ടിലുണ്ടായിരുന്ന 2 പേരെ അവർ വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തു. അപ്പൊ 10 കോടി രൂപ കോമ്പൻസേഷൻ കൊടുത്ത ആ കേസ് ഇപ്പൊ ഒതുക്കിയിരിക്കുകയാണ്. അത് പെർമനന്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ, UN-ന്റെ കൺവെൻഷൻ ഓഫ് ലോ ഓഫ് ദ സീ പ്രകാരമുള്ള ട്രിബ്യൂണലാണ്. അവരാണ് ഈ കാര്യങ്ങൾ, ഈ വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും നമ്മളുടെ ഡിപ്ലോമാറ്റിക് ടൈസിനെ, റിലേഷൻഷിപ്പിനെ മോശമായി അഫക്റ്റ് ചെയ്യരുത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. NIA ആന്റി പൈറസി ലോ ഒക്കെ ചെയ്ത ഒരു കാലഘട്ടം കൂടിയാണ്. അൺലോഫുൾ ആക്ട്സ് അഗൈൻസ്റ്റ് സേഫ്റ്റി ഓഫ് മാരിടൈം നാവിഗേഷൻ, അല്ലെങ്കിൽ ഫിക്സഡ് പ്ലാറ്റ്ഫോംസ് ഓൺ കോണ്ടിനെന്റൽ ഷെൽഫ് ആക്ട്, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. ഇതിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങൾ ഫ്യൂച്ചർ ഡിപ്ലോമസിക്ക് കൂടെ ഗുണകരമാവണം, ഡിപ്ലോമാറ്റിക് എഫേർട്സ് കൂടുതൽ ശക്തമാവണം എന്നൊക്കെ ഹിന്ദു ഈ ആശയത്തിലൂടെ മുൻപോട്ടേക്ക് വയ്ക്കും. കുട്ടികൾക്കൊരു സേഫ് ക്യാമ്പസ് ഉണ്ടാക്കാൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് സാമ്പത്തിക സഹായം നൽകണമെന്നുള്ളൊരു ലേഖനം മുൻപോട്ടേക്ക് വന്നിരിക്കുന്നു. പ്രത്യേകിച്ചും കോളേജുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ. ഇന്ത്യ ഒരു ഡീപ്പ് ഓഷ്യൻ മിഷൻ ലോഞ്ച് ചെയ്യാൻ പോകുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അണ്ടർ വാട്ടർ മിഷൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. യൂണിയൻ ക്യാബിനറ്റ് അതിനെ അപ്രൂവ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഈ ഒരു ഡീപ്പ് ഓഷ്യൻ മിഷൻ മൈക്രോബ്സിനെ കുറിച്ചും മിനറൽസിനെ കുറിച്ചും ഒക്കെ ഒരു പഠനം നമുക്ക് തരും. ഓഷ്യൻ, മിഡ് ഓഷ്യൻ റിഡ്ജസിനെ കുറിച്ച് പഠിക്കാൻ പറ്റും. ഓഷ്യൻ തെർമൽ എനർജി കൺസർവേഷനെ കുറിച്ചും മറ്റുമൊക്കെ നമുക്ക് കൂടുതൽ പഠിക്കാൻ ഇത് സഹായകരമാവും. അപ്പോൾ ഈ ഡീപ്പ് ഓഷ്യൻ മിഷനെ കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കി, അതാണ് ഞാൻ ഒരു അസൈൻമെന്റ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നത്. ഒപ്പം മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ സിവിൽ സർവീസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ആവശ്യമുള്ള വാർത്തകളിലേക്ക് വരും. 6 മാസത്തിനുള്ള 1500 സർട്ടിഫിക്കറ്റുകൾ സെന്റേഴ്സിന്റെ നാഷണൽ പോർട്ട് ട്രാൻസ്ജെൻഡർ പേഴ്സൺസിന് ഇഷ്യൂ ചെയ്തിരിക്കും. ട്രാൻസ് ID പോർട്ടൽ 1500 സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഭിന്നലിംഗക്കാരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ഗവൺമെന്റ് തലത്തിൽ നിന്നും സപ്പോർട്ട് കൊടുക്കും. ഇൻക്ലൂഷനിലൊക്കെ വരുന്ന ഒരു ടോപ്പിക്കാണ്. ഒരു എക്സാമ്പിൾ ആയിട്ടൊക്കെ എവിടെയെങ്കിലും ഒക്കെ എഴുതാം. രാജ്നാഥ് കോൾസ് ഫോർ ഓപ്പൺ ഇൻഡോ പസഫിക്, ഫ്രീഡം ഓഫ് നാവിഗേഷൻ. ഇൻഡോ പസഫിക്കിന് വലിയ പ്രാധാന്യമാണ് നമ്മൾ കൊടുത്തത്. അതുപോലെ സൗത്ത് ചൈന സീ, അവിടെ ഒരു കോഡ് ഓഫ് കണ്ടക്ട് വേണം. കാരണം പല രാജ്യങ്ങൾ അവിടെ, ഏഷ്യൻ നേഷൻസും ചൈനയും ഒക്കെ ആയിട്ട് പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ചൈന അവരുടേതെന്നും മറ്റു രാജ്യങ്ങൾ അവരുടേതെന്നും പറയുന്ന ഒരു ഭാഗമാണ്. അവിടെ വിയറ്റ്നാമുമായിട്ട് പ്രശ്നമുണ്ട്, ജപ്പാനുമായിട്ട് പ്രശ്നമുണ്ട്, ഫിലിപ്പീൻസുമായിട്ട് പ്രശ്നമുണ്ട്. അപ്പൊ കൃത്യമാർന്ന ഒരു സംഗതി അവിടെ വരേണ്ടതിനെ കുറിച്ചാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ആർട്ടിസ്റ്റിക് പേജ് ആണ്, ഫ്രൈഡേ റിവ്യൂ. ബൈഡൻ പുടിൻ ഹോൾഡ് ഗ്രേറ്റ് പവർ സമ്മിറ്റ് എന്നുള്ളൊരു വാർത്ത. ജോ ബൈഡനും പുടിനും തമ്മിൽ വീണ്ടും മീറ്റ് ചെയ്തിരിക്കുന്നു. അത് ടെൻഷൻസ് കുറയ്ക്കുന്നതിനും സഹായകരമായിട്ടുണ്ട്. അവരുടെ ഒരു സബ്മിറ്റ് വെനസ്ഡേ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നു. 2 ലോകശക്തികളുടെ നേതാക്കൾ തമ്മിലുള്ള ഒരു ഷെയ്ക്ക് ഹാൻഡാണ്. ഇന്റർനാഷണൽ റിലേഷൻസുമായി ബന്ധപ്പെട്ട് പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. $100 ബില്യൺ ലോണ് ഇന്ത്യ ശ്രീലങ്കയ്ക്ക് നൽകിയിരിക്കുന്നു. സോളാർ പവർ കവറേജിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ദലൈലാമയെ കുറിച്ച് പറയാതെ ടിബറ്റൻ ലൈഫിന്റെ ഒരു ഗ്ലിംസ് ചൈന പുറത്തിറക്കിയിരിക്കുന്നു എന്നുള്ള മറ്റൊരു വാർത്ത.
ബെലാറസിന് എതിരെ കൂടുതൽ ഉപരോധങ്ങൾ വരികയാണ് യൂറോപ്യൻ യൂണിയനിൽ. കാരണം ഈ അടുത്ത കാലത്തുണ്ടായിരുന്ന അവിടെ ഒരു ബ്ലോഗറെ അറസ്റ്റ് ചെയ്യുകയുണ്ട്. ആ വാർത്തയെ കുറിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യം. ഈ വാർത്തകളൊക്കെയാണ് ഉള്ളത്. സ്പോർട്സ് പേജ് ആണ്. ഒപ്പം നമ്മളുടെ അനാലിസിസ്, അബ്സല്യൂട്ടിന്റെ റിസർച്ച് ടീമിന്റെ അനാലിസിസോട് നമ്മൾ കാണാൻ പോകുന്നു. അതോടെ ചർച്ച ചെയ്തുകൊണ്ടാണ് നമ്മൾ അവസാനിപ്പിക്കുക. കാര്യം വാർത്തകളിൽ അബ്സല്യൂട്ടിന്റെ റിസർച്ച് ടീമിന്റെ ആ ഒരു ഇവാലുവേഷൻ ഉണ്ടല്ലോ, അതാണല്ലോ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഗതി. അപ്പൊ അത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നു. സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്നലത്തെ ഒരു അനാലിസിസിൽ സ്ക്രീൻ വന്നില്ല എന്നുള്ളത് നമ്മൾ പിന്നീടാണ് കണ്ടത്. അപ്പൊ നോക്കാം. കർണാടക ലെജിസ്ലേച്ചർ ടോപ്സ് വിത്ത് 31 സിറ്റിംഗ് ഡേയ്സ്. ജനറൽ സ്റ്റഡീസ് ഒരു വാർത്തയാണ്. കോവിഡ് പാൻഡമിക്കിന്റെ ലോക്ക്ഡൌണിനിടയ്ക്കും പല ലെജിസ്ലേച്ചേഴ്സും ഇത് വളരെ വെട്ടിച്ചുരുക്കിയ ഒരു സമയത്ത് പോലും നമ്മൾ കാണുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, കർണാടക ലെജിസ്ലേച്ചർ അവര് 31 ദിവസം അവർക്ക് പ്രവർത്തിക്കുവാൻ സാധിച്ചു. അത് PRS ലെജിസ്ലേച്ചർ റിസർച്ച് അവരാണ് അതിനെക്കുറിച്ച് ഒരു ആനുവൽ റിവ്യൂ ഓഫ് സ്റ്റേറ്റ് ലോസ് 2020 ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. PRS വെബ്സൈറ്റ് നിങ്ങൾക്ക് ഡെയിലി നോക്കി പോകേണ്ട ഒന്നാണ്. നല്ലതാണ്. നല്ല ആർട്ടിക്കിൾസ് ഒക്കെ അതിനകത്ത് ഉണ്ടാവും. വായിച്ചു പോകാം. അപ്പൊ ഈ കോവിഡ് പാൻഡമിക്കിനിടയ്ക്കും ഇത് ചെയ്യാൻ പറ്റി എന്നുള്ളത് നല്ലതാണ്. സദേൺ സ്റ്റേറ്റ്സ് കഴിഞ്ഞാൽ രാജസ്ഥാൻ 29 ദിവസം, ഹിമാചൽ 25 ദിവസം, പാർലമെന്റ് ആണ് 33 ദിവസം കണ്ടു. കേരളം 53 ദിവസം ആവറേജ് ഓപ്പൺ ചെയ്യുന്നതാണ്. പക്ഷെ ലാസ്റ്റ് ഇയർ 20 ദിവസം ഓപ്പൺ ചെയ്യാൻ പറ്റും. അസംബ്ലിയുടെ ഒരു കാര്യമാണ്. അപ്പൊ ബില്ലുകൾ പാസ്സാക്കുന്നതിനെ കുറിച്ചൊക്കെയുള്ള ഒരു അനാലിസിസ് ഇവിടെ വന്നിട്ടുണ്ട്. ട്രാൻസ് ID പോർട്ടൽ 1500 സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തു. ഞാൻ മുമ്പേ ചർച്ച ചെയ്തൊരു കാര്യമാണ്. അത് ജനറൽ സ്റ്റഡീസിൽ സോഷ്യൽ ഇൻക്ലൂഷനിൽ വരുന്ന ഒരു ഏരിയ. അപ്പൊ അത്രയും പേർക്ക് ട്രാൻസ്ജെൻഡർ സർട്ടിഫിക്കറ്റ് ലഭിച്ചു. ഒരു കാലഘട്ടത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്ന ഒരു സമൂഹമാണ്. അപ്പൊ അതിന് പ്രാദേശിക ഭാഷകളിലൂടെ വരുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. രാജ്നാഥ് കോൾസ് ഫോർ ഓപ്പൺ ഇൻഡോ പസഫിക്. നമുക്കറിയാം ഒരു കോഡ് ഓഫ് കണ്ടക്ട് സൗത്ത് ചൈന സീയിൽ നിലവിൽ വരണം. അപ്പോൾ അത് ആസിയാനുമായിട്ടും ചൈനയുമായിട്ടും ഒക്കെ നെഗോഷിയേഷൻസ് നടക്കുന്നുണ്ട്. യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ദി ലോ ഓഫ് ദ സീ ചർച്ചയിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. മാരിടൈം സെക്യൂരിറ്റി ചലഞ്ചസിലേക്ക് നമ്മൾ നോക്കുകയാണ് എങ്കിൽ അതും ഒരു ഇന്ത്യയുടെ കൺസേൺ ആണ്. കാരണം ഇത് പീസിനും സ്റ്റെബിലിറ്റിക്കും പ്രോസ്പെരിറ്റിക്കും ഒക്കെ തന്നെ ഇത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അപ്പൊ ഇന്ത്യ നാവിഗേഷൻ ഫ്രീഡത്തെ സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ കൊമേഴ്സ്, ഈ മേഖലകളിൽ ഇന്റർനാഷണൽ വാട്ടർവേസ് ആണ്, ഇവിടുത്തെ കൊമേഴ്സിനെയും ഒക്കെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ചൈന ആൻഡ് ASEAN ഹാവ് സെറ്റ് എ ടാർഗറ്റ് ഓഫ് end 2021 ടു ഫൈനലൈസ് ദ കോഡ് ഓഫ് കണ്ടക്ട്. പക്ഷെ അത് ഇതുവരെ കൺക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഇന്ത്യയും പറയുന്ന ഒരു ഫ്രീ, ഓപ്പൺ ആൻഡ് ഇൻക്ലൂസീവ് ഓർഡർ ഇൻഡോ പസഫിക്കിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. ഇൻഡോ പസഫിക്കിലും അപ്പം തന്നെ ഈ സൗത്ത് ചൈന സീയിലും ഒക്കെയുള്ള പ്രശ്നങ്ങൾ, ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ, ഏതൊക്കെ ഐലൻഡ്സിലാണ് ഇഷ്യൂസ് ഉള്ളത്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അഡീഷണൽ റീഡിങ്ങിനായിട്ട് നോക്കുക. ചൈനയുടെ 64% മാരിടൈം ട്രേഡ് ഈ റീജിയനിലാണ് ആശ്രയിച്ചാണ് നിലനിന്നിരുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇന്ത്യ $100 മില്യൺ ശ്രീലങ്കയ്ക്ക് കൊടുത്തിരിക്കുന്നു. 100 ബില്യൺ നമുക്കറിയാം. അത് സോളാർ പവർ ജനറേഷന് വേണ്ടിയാണ് പ്രധാനമായിട്ടും. അപ്പോ അത്തരത്തിലുള്ള മേഖലകളിൽ കൂടി ഇത് ഉപയോഗിക്കും. 4213 മെഗാവാട്ട് പവറിനും ഇത് ഉപയോഗിക്കുന്നു. റിന്യൂവബിൾ എനർജി സോഴ്സസ് കൃത്യമായിട്ട് ഉപയോഗിക്കാനുള്ള പദ്ധതികളും നടപ്പിലായി വരുന്നുണ്ട്. ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ ഭാഗമാണ് ഇന്ത്യയും. അപ്പോൾ തീർച്ചയായിട്ടും റൂഫ് ടോപ്പ് സോളാർ ഫോട്ടോവോൾട്ടായിക് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശവും കൂടി ഇതിലുണ്ട്. ക്യാബിനറ്റ്
അഡീഷണൽ ഫെർട്ടിലൈസർ സബ്സിഡി കൊണ്ടുവരിക. ഫോസ്ഫറസ് പൊട്ടാസ്യം ബേസ്ഡ് ഫെർട്ടിലൈസേഴ്സിന് സബ്സിഡി കൊണ്ടുവരും. ഇത് കർഷകർക്ക് സഹായിക്കും. മെച്ചപ്പെട്ട രീതിയിൽ കോവിഡ് കാലഘട്ടത്തെ നേരിടാനും ഒക്കെ ഇത് അവർക്ക് സഹായകരം. ഓർഡിനൻസ് ഫാക്ടറി ബോർഡ് 41 ഫാക്ടറീസ് അതിന്റെ കീഴിലുണ്ട്. 7 ഗവൺമെന്റ് ഓൺഡ് കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് ഉണ്ട്. അതിന്റെ ഒരു കോർപ്പറേറ്റൈസേഷൻ നടക്കാൻ പോവുകയാണ്. എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ അത് സഹായകരമാണ്. ഇൻലാൻഡ് വെസൽസ് ബില്ല് നടപ്പിലാകാൻ പോകുന്നു 2021. അത് ഇൻലാൻഡ് വെസൽസ് ആക്ട് 1917 വെസൽസ് ആക്ടിനെ മാറ്റാൻ പോകുക. നമുക്ക് ഏതാണ്ട് 4000 കിലോമീറ്റർ ഇൻലാൻഡ് വാട്ടർവേസ് ഉണ്ട്. ഇൻലാൻഡ് വാട്ടർവേസ് നമ്മൾ പലപ്പോഴും ഡെവലപ്പ് ചെയ്തിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് ഇത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഒപ്പം ഡയറക്ട് ടാക്സ് റെസിപ്റ്റ്സ് ഈ ഫിനാൻഷ്യൽ ഇയറിൽ കൂടി. ഇൻകം ടാക്സിന്റെ വിവാദ് സെ വിശ്വാസ് പോലെയുള്ള സ്കീംസ് കൂടുതൽ ആളുകൾ ടാക്സ് പേ ചെയ്യുന്നതിനും മറ്റുമൊക്കെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഡീപ് ഓഷ്യൻ മിഷൻ വരികയാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. അണ്ടർ വാട്ടർ മിഷനാണ്. 4077 കോടി രൂപയാണ് 5 വർഷം കൊണ്ട് സ്പെൻഡ് ചെയ്യുക. അതിൽ മാൻഡ് സബ്മേഴ്സിബിൾ വിൽ ബി ഡെവലപ്ഡ് ടു ക്യാരി 3 people ടു എ ഡെപ്ത് ഓഫ് 6000 meters ഇൻ ദ ഓഷ്യൻ വിത്ത് സ്യൂട്ട് ഓഫ് സയന്റിഫിക് സെൻസേഴ്സ് ആൻഡ് ട്യൂബ്സ്. അപ്പോ ഡീപ് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചും ഒക്കെ പഠിക്കാൻ ഇത് സഹായകരമാകും. ഫ്ലോറ ഫോണ ഡീപ് സീലുള്ളതിനെ കുറിച്ചും മൈക്രോബ്സിനെ കുറിച്ചും ഒക്കെ പഠിക്കാൻ സഹായമാകും. അതുപോലെ തന്നെ ഓഫ് ഷോർ എഞ്ചിനീയറിംഗ് ഡിസൈൻസിനെ കുറിച്ചും തെർമൽ എനർജി കൺവേർഷൻസിനെ കുറിച്ചും ഒക്കെ നമുക്കിത് സഹായകരമാകും. ഡീസൈലിനേഷൻ പ്ലാന്റ്, ടൈഡൽ എനർജി ഇതൊക്കെ പഠന വിഷയമാകുന്നു. ഡ്രോൺ വഴി വാക്സിൻ കൊടുക്കുന്നു എന്നുള്ളൊരു വാർത്ത കൂടി നമ്മൾ കണ്ടു. സ്പേസ് സ്റ്റേഷനിലേക്ക് ചൈന അവരുടെ ക്രൂവിനെ അയച്ചിരിക്കും. അടുത്ത 3 മാസത്തേക്ക് ചൈന സ്പേസിൽ വളരെ വിശാലമായ രീതിയിൽ അവരുടെ ടിയാൻഷി ഹാർമണി ഓഫ് ദ ഹെവൻസ് എന്ന് പറയുന്ന മോഡ്യൂൾ ലോഞ്ച് ചെയ്തിരുന്നു. വളരെ പോപ്പുലർ ആയ രീതിയിലാണ് അവർ മുമ്പോട്ടേക്ക് പോയത്. എഡിറ്റോറിയൽ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ്. എഡിറ്റോറിയൽ ആ ഒരു വിഷയം UAPA ചുമത്തുന്നതിന്റെ ഒരു എല്ലാ കേസിനെയും രാജ്യദ്രോഹമായിട്ടൊന്നും എടുക്കുന്ന ഒരു നല്ല നടപടിയല്ല. പ്രൊട്ടസ്റ്റുകളെ പ്രൊട്ടസ്റ്റ് ആയിട്ട് കാണുക. എതിരഭിപ്രായങ്ങളെ നമ്മൾ വേറിട്ട് കാണേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതൊക്കെയാണ് ഇത് വരുന്നത്. ഡിപ്ലോമാറ്റിക് ടർബുലൻസ്, ഇറ്റലിയും ഇന്ത്യയുമായിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് ടർബുലൻസിന് കേരളത്തിലെ 2 മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ചു എന്ന കേസ് വന്നിരുന്നു. ഇതിപ്പോ 10 കോടി രൂപ കോമ്പൻസേഷൻ വന്ന് അവസാനിപ്പിച്ചിരിക്കുക. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലേക്ക് കൂടുന്നു എന്നുള്ള മറ്റൊരു വാർത്ത. പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ് നമ്മൾ പോകുന്നത്. MCQസിലേക്ക് പോയി. ഇറ്റ് ഈസ് ഓൺലി ഇന്റർനാഷണൽ കൺവെൻഷൻ വിച്ച് സ്റ്റിപ്പുലേറ്റ്സ് എ ഫ്രെയിംവർക്ക് ഫോർ ദ സ്റ്റേറ്റ് ജൂറിസ്ഡിക്ഷൻ ഇൻ മാരിടൈം സ്പേസസ്. ഇന്ത്യ ഈസ് എ പാർട്ടി ഓഫ് ദിസ് UN കൺവെൻഷൻ. UNCLOSനെ കുറിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ ഉത്തരം 2ഉം ശരിയാണ്. 2 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. 2 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇനി അടുത്ത ഒരു ചോദ്യം. ഇന്റർനാഷണൽ ട്രിബ്യൂണൽ ഫോർ ദ Law of the Sea is an intergovernmental organization created by the mandate of the 3rd United Nations Conference on the Law of the Sea. The convention also established the International Seabed Authority with the responsibility for the regulation of seabed mining with the limits of national jurisdiction. ഇതിൽ 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഡീറ്റെയിൽഡ് അനാലിസിസ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇടുന്നുണ്ട്. അതിൽ കയറി നിങ്ങൾ നോക്കിക്കോണം. അബ്സല്യൂട്ട് IAS അക്കാഡമി എന്ന് ടെലിഗ്രാമിൽ അടിച്ചു കൊടുത്താൽ നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യും. 3. Which of the following is correctly matched? Bennu USA, Hayabusa 2 Russia, Paise USA. ശരി ഏതാണ്? D. 1ാമത്തെ മാത്രമാണ് ശരിയായിട്ട്. 16 സൈക്കിൾ USA. സോറി 1ാമത്തെയാണ് ബെന്നു USA. അപ്പോ ഇന്നത്തെ അനാലിസിസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ജൂലൈ മുതൽ നമ്മുടെ പ്രിലിമിനറി ടെസ്റ്റ് സീരീസ് ആരംഭിക്കുന്നു. അതിലും നിങ്ങൾക്ക് പങ്കെടുക്കാം. വിജയാശംസ.